യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ കണക്കുകൾ പ്രകാരം ഗൂഗിൾ, ആമസോൺ, ഇൻഫോസിസ്, IBM എന്നിവയുൾപ്പെടെയുള്ള മുൻനിര US കമ്പനികൾ H-1B വിസകൾ വെട്ടിക്കുറച്ചു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും വൈദഗ്ധ്യമുള്ള വിദേശ പൗരന്മാർക്കും നൽകുന്ന H-1B വിസയിൽ US-ൽ 3 വർഷം വരെ ജോലി ചെയ്യാനും പഠിക്കാനും കൂടാതെ ഇത് 3 വർഷത്തേക്ക് കൂടി നീട്ടാനും സാധിക്കും. ഈ വിസയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ H-1B വിസ സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. കൂടാതെ ഈ വർഷത്തെ ടാറ്റയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളിലുടനീളമുള്ള H-1B വിസ സ്പോൺസർഷിപ്പുകളിൽ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. H-1B വിസ വിദേശ ബിരുദധാരികൾക്ക് അവരുടെ പഠനത്തിന് ശേഷവും US-ൽ തുടരാനുള്ള ഒരു അവസരം കൂടെ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഈ വിസ നേടുന്നതിന് അപേക്ഷകന് ഒരു തൊഴിലുടമയിൽ നിന്ന് സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. ചരിത്രപരമായി ടെക്നോളജി ഭീമന്മാരും ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും H-1B വിസ സ്പോൺസർഷിപ്പുകളിൽ ആധിപത്യം പുലർത്തിയിരുന്നു. ഇത് ആയിരക്കണക്കിന് വിദഗ്ധ തൊഴിലാളികളെ US-ൽ തൊഴിലും താമസവും ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള 2024 സാമ്പത്തിക വർഷത്തിലെ USCIS ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മികച്ച 15 സ്പോൺസറിംഗ് കമ്പനികളിലും H-1B വിസ അംഗീകാരങ്ങളിൽ കുറവുണ്ടതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആമസോൺ സ്പോൺസർ ചെയ്യുന്ന H-1B വിസകളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ 2023-ൽ 11,000-ൽ നിന്ന് 2024-ൽ 7,000-ന് മുകളിലായി അംഗീകാരങ്ങൾ കുറഞ്ഞു. കൂടാതെ US-ൽ കാര്യമായ പ്രവർത്തനങ്ങളുള്ള 2 ഇന്ത്യൻ ടെക് സ്ഥാപനങ്ങളായ ഇൻഫോസിസും ടാറ്റ കൺസൾട്ടൻസി സർവീസസും ഇതിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫോസിസ് 7,300-ൽ നിന്ന് 5,900 അംഗീകാരങ്ങളായി കുറയുകയും ചെയ്തു. അതേസമയം ടാറ്റ കൺസൾട്ടൻസിയുടെ അംഗീകാരങ്ങൾ ഏകദേശം 1,600-ആയാണ് കുറഞ്ഞത്. കൂടാതെ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഉൾപ്പെടെയുള്ള മറ്റ് മുൻനിര സ്പോൺസർമാരും H-1B സ്പോൺസർഷിപ്പുകളുടെ സമാനമായ പാറ്റേണുകൾ കാണിച്ചു. കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസ്, HCL അമേരിക്ക എന്നിവയും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. H-1B സ്പോൺസർഷിപ്പിലെ പ്രമുഖരായ ബിഗ് 4 സ്ഥാപനങ്ങളായ ഇവയും ഡെലോയിറ്റ് കൺസൾട്ടിംഗും പോലും കുറച്ച് വിസയ്ക്ക് മാത്രമാണ് അംഗീകാരം നൽകിയത്. ഇവയുടെ എണ്ണം 2,500-ൽ നിന്ന് 2,100-ആയും ഡെലോയിറ്റ് 2,700-ൽ നിന്ന് 1,900-ആയും കുറഞ്ഞു. ഏറ്റവും മികച്ച 15 H-1B സ്പോൺസർമാരിൽ ഒന്നായിരുന്നു മെറ്റ. ഏകദേശം 400 അംഗീകാരങ്ങളാണ് മെറ്റ നൽകിയിരുന്നത്. എന്നാൽ വെർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ വിപുലീകരിക്കുന്നത് കാരണം 2023 സാമ്പത്തിക വർഷത്തിൽ മൊത്തം 3,86,000 H-1B വിസകളിൽ 72.3% വിസകൾ ഇന്ത്യക്കാർക്കും ചൈനീസ് പൗരന്മാർക്ക് 11.7% വിസയാണ് ലഭിച്ചത്. ഇനി എന്താണ് ഈ ഇടിവിന് പിന്നിലെ കാരണം എന്ന് നോക്കാം. ഇമിഗ്രേഷൻ വിദഗ്ധനും അഭിനവ് ഇമിഗ്രേഷൻ സർവീസിന്റെ സ്ഥാപകനുമായ അജയ് ശർമ്മയുടെ അഭിപ്രായത്തിൽ ആഗോള മാന്ദ്യവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാ പ്രമുഖ കമ്പനികളുടെ ബിസിനസിനെ സ്വാധീനിക്കുന്നു. കൂടാതെ സാമ്പത്തിക മാന്ദ്യം മൂലം നഷ്ടം നേരിടുന്ന ഡിവിഷനുകളിലെ അധിക തസ്തികകളിലേക്ക് നിയമനം നൽകേണ്ടതില്ലെന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരുന്നുവെന്നും കർശനമായ H-1B വിസ നിയന്ത്രണങ്ങളിലേക്ക് പോകുമ്പോൾ അത് ബാധിക്കുന്നത് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകളെ ആണെന്നും നിയമനങ്ങളിലും പുതുക്കലുകളിലും നയങ്ങൾ കർശനമാക്കുന്നതിലൂടെ ഈ ആവശ്യപ്പെടുന്ന വിസകളുടെ മത്സരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.